നവംബർ 23 വിശുദ്ധ ക്ലെമന്റ് മാർപ്പാപ്പ. 92 നൂറ്റാണ്ട് കാലയളവിൽ സേവനം ചെയ്ത വിശുദ്ധ ക്ലെമന്റ് ആദ്യ മാർപ്പാപ്പമാരിൽ ഒരാളായിരുന്നു. വിശുദ്ധ ഇറാനിയൂസിന്റെ അഭിപ്രായത്തിൽ വിശുദ്ധ പത്രോസിനു ശേഷം പരിശുദ്ധ സിംഹാസനത്തിൽ അഭിഷിക്തനാവുന്ന മൂന്നാമത്തെ പാപ്പയാണ് വിശുദ്ധ ക്ലെമന്റ്. വിശുദ്ധ ക്ലെമന്റ് ഒരു രക്തസാക്ഷിയായി മരിച്ചിരിക്കുവാനാണ് കൂടുതലും സാധ്യത. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ വിവരമുള്ളൂ. ഫിലിപ്പി 4:3 വിശുദ്ധ പൗലോസ് പരാമർശിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹചാരി വിശുദ്ധ ക്ലെമന്റ് ആണോ എന്ന് തീർച്ചയില്ല. എന്നിരുന്നാലും വിശുദ്ധ ക്ലെമന്റ് കൊറിന്ത്യസുകാർക്ക് അയച്ച കത്തിന് ആധികാരികതയുണ്ട്. ഇതിൽ വിശുദ്ധൻ നിരന്തര സംഘർഷങ്ങളാൽ മുറിവേറ്റ ആ സമൂഹത്തിൽ ആധികാരികമായി ഇടപെടുന്നതായി കാണാം. ഇത് ആദ്യകാല പാപ്പാ ചരിത്രത്തിൽ എടുത്തു പറയാവുന്ന ഒരു പ്രവൃത്തിയാണ്. ജനങ്ങളോടുള്ള അത്യുത്സാഹം നിമിത്തം അദ്ദേഹത്തെ ദൂരെയുള്ള ഒരു ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെയുള്ള ജനങ്ങൾക്ക് 6 മൈലുകളോളം ദൂരെ നിന്ന് വേണമായിരുന്നു വെള്ളം കൊണ്ടുവരാൻ. ഇതിന് അവർ വിശുദ്ധനോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനോട് തന്റെ സാക്ഷ്യം വഹിക്കുന്നവർക്കായി ഒരു നീരുറവ തരണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെട്ടു. ഈ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിന്റെ കുഞ്ഞാട് പ്രത്യക്ഷപ്പെടുകയും ശുദ്ധജലത്തിന്റെ തെളിനീരുറവ ഒഴുകുകയും ചെയ്തു. ഈ അത്ഭുത സാക്ഷ്യം വഹിച്ച അയൽവാസിയായ വിജാതിയർ പോലും ക്രിസ്തീയ വിശ്വാസികളായി മാറി. ട്രാജൻ ചക്രവർത്തി ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ വിശുദ്ധനെ കഴുത്തിൽ ഒരു ഇരുമ്പ് നങ്കൂരം കെട്ടിവെച്ചുകൊണ്ട് വിശുദ്ധനെ കടലിലേക്ക് എറിയുവാൻ ആജ്ഞാപിച്ചു. അതിൻ പ്രകാരം വിശുദ്ധനെ കടലിലേക്ക് എറിഞ്ഞപ്പോൾ കൂടി നിന്ന ജനം അദ്ദേഹത്തെ രക്ഷിക്കുവാൻ യേശുവിനോട് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വിശുദ്ധൻ തന്റെ ആത്മാവിനെ സ്വീകരിക്കാനാണ് ദൈവത്തോട് അപേക്ഷിച്ചത്. തീരത്തു കൂടി നിന്ന ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിന് മൃതദേഹത്തിനായി ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ 3 മൈലോളം കടൽ ഉള്ളിലേക്ക് വലിയുകയും വിശുദ്ധന്റെ ശരീരം മാർബിൾ ചുണ്ണാമ്പുകല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പള്ളിയിൽ കല്ലുകൊണ്ടുള്ള മഞ്ചപ്പെട്ടിയിൽ കിടക്കുന്നതായി കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കെട്ടിയ നങ്കൂരം അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 858-867 കാലയളവിൽ നിക്കോളാസ് ഒന്നിന്റെ കാലത്താണ് വിശുദ്ധരായ സിറിയയിലും മെത്തോഡിയൂസും വിശുദ്ധന്റെ ഭൗതിക ശരീരം റോമിലേക്ക് കൊണ്ടുവരികയും അവിടെ അദ്ദേഹത്തിനായി ഒരു ദേവാലയം പണിയുകയും ചെയ്തു. പഴയകാല ആരാധന സംവിധാനങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്ന എന്ന കാരണത്താൽ ഈ ദേവാലയം റോമിൽ വളരെയേറെ ആദരിക്കപ്പെടുന്ന ദേവാലയങ്ങളിൽ ഒരു ദേവാലയമാണ്.